അപ്പോൾ ഈ കലഹം ഒരു വലിയ വില്ലനാണ്. ശരിക്കും കലഹമില്ലാത്ത വീടുകളൊന്നും ഇല്ല എന്ന് നമുക്കറിയാം. പക്ഷേ കലഹവും കലഹ പരിഹാര മാർഗങ്ങളുമായിട്ട് നമുക്ക് അങ്ങ് മുൻപോട്ട് പോകാൻ തോന്നുന്നു. തീർച്ചയായിട്ടും കേട്ടോ. എങ്ങനെ, എവിടെ തുടങ്ങും ഈ കലഹം? എങ്ങനെ, ഏതൊക്കെ വിധത്തിൽ? അച്ഛനങ്ങ് തുടങ്ങാം. കലഹം സാധാരണയായിട്ട് ആരംഭിക്കുന്നത് മനസ്സിൻ്റെ പിരിമുറുക്കത്തിൽ നിന്നാണ്. വഴക്കുണ്ടാക്കാൻ ആഗ്രഹമില്ല, കലഹിക്കാൻ ആഗ്രഹമില്ല, പക്ഷേ മനസ്സിൻ്റെ പിരിമുറുക്കം മൂലം കലഹം ഉണ്ടായിപ്പോകും. ഇപ്പം മൂടോട്ടാകുമ്പം വേണ്ടാത്തതൊക്കെ അങ്ങ് പറയും, പിന്നെ ചിന്തിക്കും വേണ്ടായിരുന്നു. അത് ഭർത്താവിനും ഭാര്യയ്ക്കും സംഭവിക്കും. ചിലപ്പം പിന്നെ ഒരു സോറി പറയും, അറിയാതെ അങ്ങനെ പറ്റിയതായിട്ടോ, അത് തിരികെയും ചെയ്യും. പക്ഷേ പലപ്പോഴും മനസ്സിൻ്റെ പിരിമുറുക്കത്തിൽ നിന്നാണ് കലഹത്തിൻ്റെ ആരംഭം. അതുകൊണ്ടാണ് പറയുന്നത്, മനസ്സ് വല്ലാതെ മുറുകി ടെൻഷൻ പിടിച്ചിരിക്കുമ്പോൾ സംഭാഷണങ്ങളിൽ നിന്ന് പരമാവധി നമ്മൾ ഒഴിഞ്ഞിരിക്കുന്നതാണ് നല്ലത്. എസ്കേപ്പിസം അല്ല, പാഴ്വാക്ക് വരാതിരിക്കാൻ. ചിലപ്പം നമ്മൾ വർത്തമാനം പറയുന്നതിന് മുമ്പ് ചിന്തിക്കണം, ഞാൻ ഈ പറയുന്നതുകൊണ്ട് ഗുണമാണോ ദൂഷ്യമാണോ, നന്മയാണോ തിന്മയാണോ. ആ വീണ്ടും വിചാരം വഴി വാക്കുകളെ നമ്മൾ നിയന്ത്രിക്കണം. അപ്പം മനസ്സ് ഒരുപാട് കാര്യങ്ങൾ വ്യാപൃതമായി ഒത്തിരി ജോലി ഉത്തരവാദിത്വം ഒക്കെ നടക്കുമ്പം അതിനിടയിൽ കലഹത്തിന് സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ എപ്പോഴും കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഫോണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഒരു പച്ചയായ ഒന്നുമില്ല, വളരെ ഡ്രൈ. ആ മേഖലയെ ബന്ധപ്പെട്ട് കഴിയുമ്പം നമ്മുടെ ദേഹത്തൊരു ഇറിറ്റേഷൻ വരും. ഒരു പോസിറ്റീവ് ടെലപ്പതി വേവ് ലെങ്ത് പോലെ നെഗറ്റീവ് വേവ് ലെങ്ത് വരും. അപ്പോൾ അങ്ങനെ നമുക്ക് ചുമ്മാ അങ്ങ് ചൂടാകാൻ തോന്നുക. വളരെ നല്ല മനുഷ്യരാണ്, പക്ഷേ കുറച്ച് പണിത് മടുത്തിരിക്കുമ്പം പൊട്ടിത്തെറിയും. ചില നല്ല അമ്മച്ചിമാർ, ചില അപ്പച്ചന്മാർ ഒത്തിരി നല്ലവരാണ്. അത് ആ അരിശം വരുന്നത് യഥാർത്ഥത്തിൽ മനസ്സിൻ്റെ പിരിമുറുക്കത്തിൽ നിന്നാണ്. അകത്തിങ്ങനെ കിടക്കുകയാണ്. അപ്പം അത് മുറുകി കഴിയുമ്പോഴത്തേക്ക് ഓർക്കാത്ത വാക്കുകളും വേണ്ടാത്ത വാക്കുകളൊക്കെ നമ്മുടെ നാവിൽ വരുന്നു. അത് പിന്നെ വഴക്കായിട്ട് കലഹമായിട്ട് മാറുന്നതാണ്. ഒരു പൊട്ടിത്തെറിലേക്ക് വരുന്നത് മനസ്സിൻ്റെ പിരിമുറുക്കമാണ്. ഇപ്പം അകത്തറിയുന്നില്ലല്ലോ നമ്മളിപ്പം അകത്ത് അഗ്നിപർവ്വതം ലാവയാണേലും അറിയാതെ കൊണ്ടു കിടക്കുമല്ലേ. ഒരു ഔട്ട്ലെറ്റ് വരുമ്പോഴത്തേക്ക് അതങ്ങ് പുറത്തേക്ക് ചീറ്റിപ്പായും. സത്യത്തിൽ ഒരാളിങ്ങനെ ചീറ്റിപ്പാഞ്ഞ് പൊട്ടിത്തെറിക്കുമ്പം മറ്റയാൾ തന്ത്രപൂർവ്വം മിണ്ടാതിരുന്നില്ലെങ്കിൽ വലിയ കലഹമായിട്ട് മാറില്ലേ? മാറും. ഒരു തന്മയത്വത്തോടു കൂടി മാറി നിന്നില്ലെങ്കിൽ വലിയ രണ്ട് ഉരസലായിട്ട് മാറും. അതിൽ നിന്ന് പിന്നെ ആവശ്യമില്ലാത്ത തീപ്പൊരികൾ ചേരാൻ തുടങ്ങും. അപ്പോൾ അത് മനഃപൂർവ്വമായിട്ട് ഇതാ പിരിമുറുക്കത്തിൽ നിന്നുണ്ടായതാണെന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നാൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടാകാൻ ഒന്നാമത്തെ കാരണം മനസ്സിൻ്റെ പിരിമുറുക്കവും അമിതമായ ജോലിഭാരവും ഒത്തിരി ടെൻഷനും ഇതെല്ലാം വരുമ്പോഴാണ് ഒന്നാമത്തെ സ്റ്റേജ്, കലഹത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് വരുന്നത് അവിടെ നിന്നാണ്. ശരിക്കും ഒരു നല്ല അണ്ടർസ്റ്റാൻഡിങ് അപ്പം തീർച്ചയായിട്ടും ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ നമുക്കതിനെ ഒന്ന് തണുപ്പിച്ച് വിടാനൊക്കെ പറ്റത്തുള്ളൂ പരസ്പരം. തീർച്ചയായിട്ടും ഒരു ധാരണയും ഇന്നതാണ് ഇവളുടെ അവസ്ഥ, ഇന്നതാണ് ഭർത്താവിൻ്റെ അവസ്ഥ, ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഈ പിരിമുറുക്കമായാൻ ഒത്തിരി അത് കാരണമായിട്ട് മാറും. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെന്ന് വരികിൽ വീണ്ടും വീണ്ടും നമ്മൾ മുറുകി പോകുന്ന മനുഷ്യരായിട്ട് മാറും. ഈ കലഹം ശരിക്കും പറഞ്ഞ് നല്ല മുറിവുകൾ ഉണ്ടാക്കാറില്ലേ മനസ്സിൽ? ഈ പറയുമ്പോൾ നമുക്കൊരു വീണ്ടും വിചാരം ഇല്ലാതാണല്ലോ അങ്ങ് തട്ടിക്കൊടുക്കുന്നത്, മറ്റേയാൾക്ക് ഒരുപാട് മുറിയും. പക്ഷേ എന്നാലും ഈ അച്ഛൻ പല എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ നമുക്കൊരു സ്പേസ് ഉണ്ടെങ്കിൽ, നമുക്കൊരു സ്നേഹം ഉണ്ടെങ്കിൽ അതിനോട് സോറി പറയാനും അടുക്കാനും സാധിക്കാറുമില്ലേ ശരിക്കും? പക്ഷേ ചോദിക്കാനോട് പഠിക്കണം അല്ലേ കലഹം ഉണ്ടാക്കുമ്പോൾ? അതെ, ഞാൻ പറഞ്ഞ തെറ്റിപ്പോയി എന്ന് അംഗീകരിക്കാനുള്ളൊരു മനസ്സ്, അതിൻ്റെ ഒരു മാനസിക അവസ്ഥയോട് വന്നു പോയതാ എന്ന് പറയാനുള്ള ഒരു അവസ്ഥ വരണം, എങ്കിലേ അന്ന് ഇല്ലാതാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളത് ചിന്തിക്കേണ്ടതേ ഉള്ളൂ, പിരിമുറുക്കത്തിൽ നിന്നാണ് കലഹത്തിൻ്റെ ഒന്നാമത്തെ ആരംഭം. അപ്പോൾ ഈ പിരിമുറുക്കം സത്യത്തിൽ ഏറ്റവും കൂടുതൽ അങ്ങനെ നോക്കുമ്പോൾ പുരുഷന്മാർക്കാണോ സ്ത്രീകൾക്കാണോ? രണ്ടുപേർക്കും വേണം, രണ്ടു വിധത്തിൽ. പുരുഷന് ഒരു പക്ഷേ അവന് ജോലിഭാരമാകാം, സ്ത്രീ അടുക്കളയിലെ ജോലിഭാരമാകാം. ഒരേ സമയത്ത് അമ്മയാകണം, നാത്തൂനാകണം, പെങ്ങളാകണം, ഭാര്യയാകണം, മരുമകളാകണം, പല റോളുണ്ട്. അതിൻ്റെ ടെൻഷൻ വരും. അപ്പോൾ അവർക്ക് പിരിമുറുക്കമുണ്ട്. കെട്ടിയവന് ജോലി സ്ഥലത്തെ പ്രശ്നമാകാം, രണ്ടുപേർക്കും ജോലിയാണെങ്കിൽ രണ്ടിടത്തും പ്രശ്നമാകാം. അതെല്ലാം ഉണ്ട് കാരണം. പിന്നെ സ്ത്രീകൾ വികാരജീവികളാണല്ലോ, അവർ കുറച്ചൊക്കെ കരഞ്ഞും കുറച്ചൊക്കെ ദേഷ്യപ്പെട്ടും പലരോടായിട്ട് പറഞ്ഞും പെറുക്കിയൊക്കെ അങ്ങ് തീർക്കുമല്ലോ. പക്ഷെ പുരുഷന്മാർ ഇതെല്ലാം കൂടെ ഇങ്ങനെ അങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കുമല്ലോ. അതുകൊണ്ട് വീട്ടിൽ അപ്പൻ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു അക്ഷരം ആരും മിണ്ടത്തില്ലെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതെ, ചോദിച്ചാൽ എന്നാ ഒന്നുമില്ല എന്ന് പറയുള്ളൂ. കാര്യം പറയല, ഒന്നുമില്ല.
അതാണ് നമ്മുടെ പ്രശ്നം. അല്ല അപ്പൊ അന്നേരം ഈ കലഹം ഉണ്ടാകാതിരിക്കാൻ ഈ ഒന്നുമില്ലാത്തത് മാറ്റി കുറച്ച് ഷെയറിങ് ആയാൽ പോരെ? ഈ പിരിമുറുക്കം ഇങ്ങനെ കൂട്ടി 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 വെക്കാതെ അന്നുള്ള ഒരു ഷെയർ ചെയ്യാനുള്ള ഒരു സമയമൊക്കെ നമ്മൾ കണ്ടെത്തിയാൽ കലഹം കുറയ്ക്കാൻ പറ്റില്ലേ സത്യത്തില്? ശരിയാ, മനസ്സിലല്ലോ അല്ല പ്രശ്നം. എപ്പോഴും നമ്മൾ വരുന്നൊരു പോയിന്റാ, പങ്കുവെക്കണം. പങ്കുവെക്കുകയല്ല, ഉള്ളിലങ്ങ് ഒതുക്കി നമ്മളങ്ങ് അവസാനം അനുവാദികമല്ലാത്ത കാര്യത്തിന് ചുമ്മാ ചൂടാവും. നമ്മളെ ഒത്തിരി സിഗരറ്റ് ലാമ്പ് കത്തിച്ചിരിക്കുന്ന പോലെ അകത്തെ ലാവയെല്ലാം കൂടെ പുറത്തേക്ക് തേട്ടി വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മൊത്തം അന്തരീക്ഷം മുഴുവൻ മാറുക. അപ്പോൾ ഈ കലഹം ഉലകിൽ പലവിധം അച്ഛൻ പറഞ്ഞല്ലോ, ആ പലവിധത്തെക്കുറിച്ചൊന്ന് ചോദിക്കാം. എന്തൊക്കെ ചെയ്യുമ്പോഴാണ് സാധാരണ ഒരു കുടുംബജീവിതത്തിൽ കലഹം ഉണ്ടാകാൻ സാധ്യതയുള്ളത്? ഒന്ന്, സാധാരണയായിട്ട് നമ്മുടെ ജോലി ഭാരം മൂലമുള്ള കലഹം, ഒരു കലഹം. ഇറിറ്റേഷൻ. രണ്ടാമത് വരുന്ന ഒരു വലിയ മേഖലയാണ് നമ്മളിൽ ആരാണ് വലുത് എന്നുള്ള അധികാരതർക്കം വരുവേ. അധികാരതർക്കം, അഭിപ്രായ വ്യത്യാസം. അതിന് വീടിൻ്റെ അധികാരി ഭർത്താവാണോ ഭാര്യയാണ്, അതാണ് അധികാരം. ബാക്കി പറഞ്ഞില്ലെങ്കിലും ഒരു ഇഷ്യൂ ആണ്. ഞാൻ ചെയ്തോളാം എൻ്റെ, അപ്പോൾ ഇവർക്ക് തോന്നുന്നു എനിക്കൊരു അഡ്രസ്സും ഇല്ല. വീട്ടുപേര് പോലും അവർക്ക് നഷ്ടപ്പെട്ടല്ലോ, അതെ, അപ്പൻ്റെ പേര് നഷ്ടപ്പെട്ടു. നഷ്ടം സഹിച്ചത് അവളാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ എന്തെങ്കിലും ഒരു അംഗീകാരം ഇല്ലെന്ന് വരിയിൽ അസ്വസ്ഥതയാവും. അപ്പം ആരാണ് തല? അപ്പം കെട്ടിയവൻ പറയുന്നു എൻ്റെ വീട്ടിൽ അപ്പനാണ് പരിചയം ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെയാണ്, അതാണ് അധികാരതർക്കം. അതേസമയത്ത് ഒരു ലോയൽറ്റി ആയിട്ട് ഒരു സമർപ്പണം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്താൽ ഇതിന് പരിഹരിക്കാൻ പറ്റും. പക്ഷെ നമ്മളിൽ ആരാ വലിയ ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ മുമ്പ് ചോദിച്ചു പോലും ഭാര്യയോട് ഭർത്താവ് നീ പറയണടി, ഞാൻ പറഞ്ഞോളാം, നീയാണോ പറയുന്നത്? അല്ലെ തനിക്ക് എന്നാ കൊള്ളാം, പിള്ളേരുടെ കാര്യം ഞാനല്ലേ നോക്കുന്നത്. അപ്പോൾ അവിടെ അറിയാതെ ഒരു അധികാരതർക്കമാണ് വരുന്ന മക്കളുടെ മേലെ, സ്വത്തിൻ്റെ മേലെ, ആസ്തിയുടെ മേലെ, വീടിൻ്റെ മേലെ. അതിൻ്റെ പേരുണ്ടാകുന്ന കലഹങ്ങൾ ഒരുപാടുണ്ട്. അല്ലെ ചിലർ ഇങ്ങനെ പറയാറുണ്ടല്ലോ, ഈ അപ്പന്മാരാണ്, അമ്മമാരെ അത്രയും പറയാൻ പറ്റില്ലെന്ന് തോന്നുന്നു, ഞാൻ അങ്ങോട്ട് പറഞ്ഞോളാം, നീ അങ്ങ് കേട്ടേച്ചാൽ മതി, ഇങ്ങോട്ടൊന്നും വേണ്ട, അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇല്ലേ? അപ്പോഴേ പിരിമുറുക്കം മാക്സിമം കൂടുതൽ വരുന്നത് ഭാര്യയ്ക്കാണല്ലോ. പിന്നെ അത് മക്കൾ കേട്ട അവസാനം മക്കളുമായി കലഹിക്കേണ്ടി വരുന്ന അവസ്ഥകളിൽ ഉണ്ടാവാറില്ലേ? ഒരു കുടുംബത്തിനെ മൊത്തമുള്ള വടക്കുന്നത് കാരണമായിട്ട് അങ്ങ് മാറും. ഞാൻ പറയും നീ കേട്ടാൽ മതി, അല്ല ഞാൻ പറയും താൻ കേട്ടാൽ മതി. ആ ഒരു രീതി ഒരിക്കലും നമുക്ക്, അതാണ് പലപ്പോഴും കുടുംബത്തേക്ക് ഉണ്ടാകുന്ന വലിയ പ്രശ്നം. ഇതാണ് ഞാൻ ഒരു പണ്ട് ലക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ, ഞാൻ തന്നെ എൻ്റെ ആത്മകഥ അങ്ങ് പറയുന്നതല്ലാണ്ടേ ഒരു പരസ്പരമായിട്ടുള്ള ഒരു ആ രീതിയിലുള്ളൊരു ചിന്താധാരകൾ പങ്കുവയ്ക്കൽ ഇല്ല. അപ്പം അവിടെയും അവിടെ നിന്നും ഞാൻ കൊച്ചാവോ അവനിൽ നിന്നും ഞാൻ കൊച്ചാവോ അങ്ങനെ തോന്നിയാൽ ഒരിക്കലും വിജയിക്കത്തില്ല, അത് വഴക്കിലേ എത്തുള്ളൂ. അപ്പം അത് വിട്ടുവീഴ്ചയില്ലെങ്കിൽ അത് ബഹളത്തിൽ തന്നെ നിൽക്കത്തേ ഉള്ളൂ. അത് ഒരു വലിയ പ്രശ്നം. ഒന്ന് പിരിമുറുക്കം കൊണ്ട്, രണ്ട് അധികാരത്തിൻ്റെ അല്ലെങ്കിൽ അകത്തിൻ്റെ അശ്വത്തിൻ്റെ പുറത്ത് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒട്ടും താഴെ നമുക്ക് വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ അവിടെ നിന്ന് കഴിയുമ്പോഴത്തേന് എന്നെ പഠിപ്പിക്കാൻ നീ ആരാ, എന്നെ ഉദയം താൻ, എനിക്ക് ശമ്പളം കൂടുതലുള്ളവളാ, എനിക്കത്രയില്ല, അങ്ങനെയൊക്കെ പല പല ആവശ്യമില്ലാത്ത കമന്റുകളും വന്ന് എല്ലാം വരും. ആവശ്യം ചുമ്മാ അനാവശ്യ ബഹളത്തേക്ക് കടന്നു വരും. അതുപോലെ തന്നെ ഈ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ജീവിത പങ്കാളി ഇടപെടാതെ വരുമ്പോഴുള്ള അലമ്പുകൾ ഇഷ്ടം പോലെ ഉണ്ടാകാറുണ്ടല്ലോ. അതൊരു പ്രധാന മേഖലയാണെന്ന് തോന്നുന്നു. അത് ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ഈ പ്രതീക്ഷയ്ക്ക് വിപരീതമായ പെരുമാറ്റം. നമ്മൾ ഒത്തിരി മനസ്സിന് ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഒരു ഭർത്താവ് ആഗ്രഹിക്കുന്ന ഒരമ്മയുടെ തലോടലും തഴുകലുമുള്ള ഒരാശ്വാസ സാന്നിധ്യം ഭാര്യയിൽ നിന്നും, അതേ സമയത്ത് അവൾ ആ മുറിവിനെക്കുറിച്ച് കുത്തി പറയാൻ പോയി കഴിഞ്ഞാൽ അത് കലഹമായിട്ട് മാറും. ഭാര്യ ഒരുപാട് തളർന്ന് മനസ്സ് നീറുമ്പോൾ ആഗ്രഹിക്കുന്നത് ഒരപ്പൻ്റെ സുരക്ഷിതത്വമാണ്, വാക്കുകളാണ്. ആ സമയത്ത് ഇവളെ കുറ്റപ്പെടുത്തിയാലോ അവൾക്ക് തോന്നും സെക്യൂരിറ്റി പോയതുപോലെ. അപ്പം പലപ്പോഴും ഈ ഒരു സുരക്ഷിതത്വം കൊടുക്കാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥ വരുമ്പം അവൾ വലിയ പരാജയമാവും. അപ്പം അങ്ങനെ വരുമ്പോൾ ചുമ്മാ പാഴ്വാക്കുകൾ പറയും. താൻ പോകുന്ന വഴിക്ക് വണ്ടി ഇടിച്ച് ആകത്തേ ഉള്ളൂ, ചുമ്മാ പറയുന്ന ഒരിക്കലും നടക്കുക. നമ്മൾ പറഞ്ഞേക്കുവാ, നീ എത്താൻ എനിക്ക് വരുന്നതിനെ കേട്ടാവായിരുന്നു, പാഴ്വാക്കുകൾ പറയും. അതൊക്കെ വരുന്നത് ഇങ്ങനെയാണ്, പ്രതീക്ഷയ്ക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ. എപ്പോഴും ഒരു കള്ളു കുടിക്കാത്ത, പുകവലിക്കാത്ത ഒരു നല്ല പുരുഷനാണ് ആഗ്രഹിച്ചത്. പക്ഷെ വന്നപ്പോൾ ഇത് രണ്ടും ഉള്ളവനാണ് വന്നത്. അതോടെ തകരാൻ തുടങ്ങും. അധികം ബഹളം വെക്കാത്ത, ജാടയും ആഡംബരമൊന്നും ഇല്ലാത്ത ഒരു ലളിത സ്വഭാവമുള്ള സ്ത്രീ ആഗ്രഹിച്ചത്. ഇവളാണല്ലോ എപ്പോഴും മേക്കപ്പിന് രാജകുമാരിയായിട്ട് ആ രീതി നടക്കാൻ ആഗ്രഹിക്കുമ്പോൾ പ്രതീക്ഷ.
പിന്നെ ഓർക്കുന്നു നല്ല ആണത്തത്തോടെ വർത്തമാനം ബന്ധം കെട്ടിയവൻ വേണം. സംസാരിക്കുമ്പം ഒരു ആണത്തം, ഒരു ഈട്, ഇതൊക്കെ വേണം. പക്ഷെ ചുമ്മാ അയഞ്ഞ ലൂസ് വർത്തമാനമായിട്ട് പൊട്ടന്മാരെ പോലെ നടക്കുമ്പം ഭാര്യയ്ക്ക് ടെൻഷനാണ്. അതുപോലെ ഭാര്യ മിതഭാഷിണിയായിരിക്കണം, നല്ല നൊബിലിറ്റി വേണം. പക്ഷെ ചുമ്മാ വലിച്ചു വാരി തുണി കൊടുത്ത് മേക്കൊന്നുമ്പോൾ നടന്ന് വർത്തമാനം പറയുമ്പോൾ പ്രശ്നം. അവിടുന്ന് കലഹങ്ങൾ അങ്ങ് ആരംഭിക്കും. പിന്നെ ഒന്നും ഇഷ്ടപ്പെടും. പിന്നെ ഓർക്കാത്ത വ്യാഖ്യാനങ്ങൾ പറഞ്ഞ് എന്തിനും കൊടുക്കും. അവൾ ഉദ്ദേശിക്കാത്തതും അവന് ഉദ്ദേശിക്കാത്തതുമായ രീതിയിൽ വ്യാഖ്യാനങ്ങൾ പോകും. അതാണ് ഇതിൻ്റെ അപകടങ്ങൾ. അങ്ങനെയാണ് കടന്നു വരിക. ചെറിയൊരു തുടക്കം മതിയല്ലേ, പിന്നെ അത് വെടിമരുന്ന് പോലെ പടന്ന് അങ്ങ് പോകും. പിന്നെ തുടങ്ങിയതിൻ്റെ പേരിലല്ല ഇഷ്യൂ, പറഞ്ഞു വരുന്ന ഓരോന്നിൻ്റെ പേര് പിന്നെ കത്തി കയറുക. ഈ ചില കുടുംബജീവിതത്തിൽ പറയുന്നത് കേൾക്കാറുണ്ട്, ഞാനും നീയും തമ്മിൽ സത്യത്തിൽ ഒരു പ്രശ്നവും ഇല്ല, പക്ഷെ മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞുകൊണ്ട്, മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞ്, അന്യൻ്റെ കാര്യം പറഞ്ഞ്, ഇവരുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിൽ ഭയങ്കര ബഹളമാണ്. അങ്ങനെ കേട്ടിട്ടില്ലേ? ഒത്തിരി ഒരുപാട് കുടുംബങ്ങളും പല വീട്ടിലെയും വഴക്കിൻ്റെ കാരണം തേർഡ് പാർട്ടിയാണ്. ഇവരുടെ അല്ല, തേർഡ് പാർട്ടിയാണ്. വെറുതെ ഒരു കൂട്ടുകാരെക്കുറിച്ച് പറഞ്ഞു, അല്ല ജോലി സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു, അല്ല ഏതിലാകുന്ന ബന്ധുക്കളെക്കുറിച്ച് പറഞ്ഞു, അതിൻ്റെ പേര് പറഞ്ഞ് വഴക്കടിച്ച് കയറി പോവുക. അപ്പോൾ സത്യം പറഞ്ഞാൽ പുറകോട്ട് നോക്കുമ്പോൾ ഇത് ആവശ്യമുള്ളതല്ല, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമേ അല്ല, നമ്മളെ സ്വാധീനിക്കുന്നുമല്ല. പക്ഷെ ഇങ്ങനെയൊരു ഡെവലപ്മെൻറ്റ് സാധാരണ ചില കുടുംബങ്ങളിൽ വരാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം ശരിക്കും? അല്ല, അങ്ങനെ വരുമ്പോഴത്തേന് ശാന്തമായിരുന്നിട്ട് നമ്മൾ എന്തിനെക്കുറിച്ചാണ് കലഹിച്ചത് എന്നുള്ളത്. ഇപ്പം ഈ കാര്യം എനിക്കോ നിനക്കോ നമുക്ക് രണ്ടുപേരെയും ബാധിക്കുന്നതല്ലല്ലോ, പിന്നെ എന്തിന് അനാവശ്യമായിട്ട് നമ്മളിത് പറഞ്ഞതെന്നൊക്കെ ഉള്ള ഒരു ചിന്തയും വർത്തമാനമാണ് അവിടെ നമുക്ക് ആവശ്യമായിട്ട് വരിക. ചില പ്രധാനമായിട്ട് ഇങ്ങനെ വരുന്ന കലഹത്തിൻ്റെ അപ്പോൾ ഒന്നാമതൊരു ഘടകം നമ്മൾ വരുന്ന മനസ്സിൻ്റെ പിരിമുറുക്കമാകാം. രണ്ടാമത്തേത് അധികാരത്തിൻ്റെ തർക്കമാകാം, നമ്മൾ ആരാണ് ഇവിടുത്തെ ഒന്നാം സ്ഥാനക്കാരി എന്നുള്ളതാകാം. മൂന്നാമത് ഓർത്ത പോലുള്ള ജീവിത പങ്കാളിയെ കിട്ടാതെ വരും. ഞാൻ പ്രതീക്ഷ പോലല്ല, ഓർത്ത പോലല്ല എൻ്റെ ജീവിത പങ്കാളി, അവിടുന്ന് വരുന്ന അസ്വസ്ഥത. ഇത് മൂന്ന് കാരണങ്ങളായിട്ട് ഇങ്ങനെ കലഹത്തിൻ്റെ പ്രാഥമിക കാരണങ്ങളായിട്ട് നിൽപ്പുണ്ട്. ഏത് കുടുംബത്തിൽ നോക്കിയാലും ഇത് മൂന്നുമാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മളല്ല, തേർഡ് പാർട്ടിയെക്കുറിച്ചുള്ള ചർച്ച നമ്മളെ വെറുതെ ആവശ്യമില്ലാത്ത കലഹത്തിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യും. ഈ കലഹ പിശാചെന്നാണ് പറയുന്നത് അല്ലേ? പിശാച് കൂട്ടി പറയുന്ന ഒരു സംഗതിയാണ് കലഹ പിശാച്. ഈ ഒരു വളരെ കാമാൻ കോയറ്റായിട്ട് വളരെ സമാധാനപൂർണ്ണമായിട്ടിരിക്കുന്ന അവസ്ഥയിൽ പോലും എവിടുന്നെങ്കിലും ചെറിയ പടക്കത്തിന് തീ കൊളുത്തിയതുപോലെ ഈ കലഹം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര മോശമാക്കി അവിടെ ഇവിടെയൊക്കെ തട്ടിത്തെറിച്ച് തിരിച്ചു വരുന്നത് കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു പിശാചിനെ നമ്മൾ ശരിക്കും വളരെ വിവേകത്തോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതല്ലേ? ഇതൊരു പിശാചാണെന്ന് ആദ്യമേ തിരിച്ചറിയണം. അപ്പോൾ അത് ചെറിയ രൂപത്തിൽ തന്നെ ആരംഭിക്കുമ്പോഴേ നമ്മളത് തിരിച്ചറിയണം. അപ്പം തിന്മയുടെ രഥം ഉരുളുമ്പം തന്നെ ആദ്യമേ അതിൻ്റെ വീലിൻ്റെ കാറ്റ് അഴിച്ചു കളയണം. ഇല്ലെങ്കിൽ തിന്മയുടെ രഥയാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അപ്പം ഇതിങ്ങനെ പോയാൽ അപകടമാണെന്നുള്ള വിവേകവും വിവേചനവും ഭർത്താവിനും ഭാര്യയ്ക്കും ഉണ്ടാകണം. അതുപോലെ കാരണന്മാർക്കാണേലും മക്കളെ ഭർത്താവും ഭാര്യയും കൂടി ചില സൂചനയൊക്കെ കാണുമ്പം ഒരു വഴക്കിൻ്റെ സൂചന കാണും, അത് കാരണന്മാർ തിരിച്ചറിയണം. ആരംഭത്തിലുള്ള ഇടപെടലുകളാണെങ്കിലൊക്കെ നിർണായകമായിട്ടുള്ള ഒരു ഭാഗമായിട്ട് നിൽക്കുക. ഈ സിബ്ലിങ്സിനിടയിലുള്ള തമ്മിലുള്ള സഹോദരങ്ങൾ തമ്മിലുള്ള കലഹവും വഴക്കും ഒക്കെ ഇന്നിപ്പം എല്ലാ സൈക്കോളജിസ്റ്റുകളുടെ അടുത്തെത്തുന്ന ഒരു കാര്യമാണ്. ഈ മക്കൾ തമ്മിൽ ചുമ്മാ വഴക്കാണ്, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഇടിയായി അടിയായി കയർത്ത് സംസാരമായി, ചിലപ്പോൾ തോന്നും പ്രായത്തിൻ്റെ ആണെന്നൊക്കെ. പക്ഷേ അതിനെയൊക്കെ എങ്ങനെയാണ് ഒന്ന് മാനേജ് ചെയ്യുന്നത് ശരിക്കും? അല്ലാതെ അത് ഉണ്ടായി വരുന്നത് കണ്ടിട്ടില്ലേ? അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാറുണ്ടോ, രൂക്ഷമായ പ്രശ്നങ്ങൾ? നല്ല ഐക്യത്തിലും സ്നേഹത്തിലും പോകുന്ന സഹോദരങ്ങൾക്കിടയിലും കല്യാണം കഴിച്ച് കഴിയുമ്പം മട്ടുമാറും. കാരണം 3 പേര് ഒരമ്മയുടെ വയറ്റിൽ ജനിച്ചു, ഒരു വീട്ടിൽ പിറന്നു വീണു, ഒരേ വെള്ളം, ഒരേ വായു, ഒരേ ഭക്ഷണം, ഒരേ അന്തരീക്ഷത്തിൽ ജീവിച്ച് നല്ല ഐക്യം വന്നു അതിനിടയ്ക്ക്. അപ്പോൾ വരുന്നത് 3 അന്തരീക്ഷം ജീവിച്ച 3 പേരാണ് കടന്നു വരിക. ഓരോ പെണ്ണും അവരുടെ കുടുംബവും പശ്ചാത്തലവും ഉണ്ട്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പം അവർ 3 പേരും തമ്മിൽ ഇഷ്ടക്കേടുകൾ വരും. ഈ കെട്ടി വരുന്ന പെണ്ണുങ്ങൾ വന്നു കഴിയുമ്പോഴത്തേന് അതനുസരിച്ചുള്ള ഉപദേശമാണ് ഭർത്താവിലേക്ക് കൊടുക്കുക. കാരണം അവരുടെ രീതിയിൽ അവരുടെ ഭാഗത്തു നിന്നൊക്കെയാണ്, പക്ഷെ അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വലിയ ഒന്നാം തരം വ്യവസായ കമ്പനികൾ പൊട്ടിപ്പോയിട്ടുണ്ട്. മക്കൾ കല്യാണം കഴിച്ച് അല്ലെ പലതാട് മുറിഞ്ഞ് പിരിഞ്ഞ് പോയിട്ടുണ്ട്. അതൊക്കെ സാധ്യതകളുണ്ട്, നമുക്കുണ്ടാകുന്ന സാധ്യതകളാണ്. അപ്പോൾ നമ്മൾ ഒരു ഷെയറിങ്ങൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കണം. കുടുംബമാണ്, അപ്പം പെണ്ണുങ്ങളോടാണെങ്കിലും ഇവരെ തമ്മിൽ തല്ലിപ്പിക്കരുത്. ചേട്ടാനിയന്മാരാണ്, നിങ്ങൾ നോക്കണം. ഈ എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കുന്ന രീതി നിങ്ങളായിട്ട് കാണിക്കരുതെന്ന് പറഞ്ഞ് ഭാര്യമാരെയും തിരുത്തണം. ഇവരോടും നിങ്ങൾ 3 പേര് ഒരുമിച്ച് നിൽക്കണം. അപ്പം അങ്ങനെ നിൽക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ വഴക്കോ ബഹളത്തിലേക്ക് എത്തിക്കുന്ന എന്ത് ഘടകമുണ്ടോ അതെല്ലാം ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. അതങ്ങനെ നിരന്തരമായ കോൺസെൻട്രേഷൻ നമ്മൾ കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ കലഹത്തിലേക്ക് പോകും.
അപ്പോൾ ഞാനടുത്ത് ഇപ്പം മാതാപിതാക്കൾക്ക് ഇപ്പം നല്ലൊരു റോളുണ്ടല്ലോ. പക്ഷേ ഈ ചിലർ ഈ മക്കൾ വഴക്കുണ്ടാക്കുന്നത് തന്നെ അവരുടെ പഴയ ഹിസ്റ്ററി പരിശോധിക്കുമ്പം ചില കല്യാണം കഴിച്ചവരൊക്കെ അവരുടെ അപ്പനും അമ്മയും ഭയങ്കര വഴക്കായിരുന്നു. അവർ തമ്മിലൊരു സ്വരച്ചേർച്ചയില്ലായിരുന്നു. എപ്പോഴും വഴക്കും ബഹളമാണ്. അത് ഈ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ആ പാരമ്പര്യം അതുപോലെ തന്നെ കിട്ടുന്നവരെയും കാണാറുണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങൾ അച്ഛൻ്റെ അടുത്ത് വരാറില്ലേ? ഒരുപാടുള്ളതാണ് കേട്ടോ. ഉദാഹരണം ക്ഷിപ്രകോപം, പൊട്ടിത്തെറി, എടുത്തിയാട്ടം, അങ്ങനെയുള്ള ഒരപ്പനുള്ള വീട്ടിൽ മകൻ അത് റോൾ മോഡലായിട്ട് എടുക്കും. അറിയാതെ, മനഃപൂർവ്വമല്ല, ഇൻഡയറക്റ്റ്ലി മാനസികമായി അവനത് റോൾ മോഡലാണ്. അവൻ കല്യാണം കഴിഞ്ഞാലും ഭാര്യ പിടിച്ച് ചൂടാവും, അരിശപ്പെടും, പൊട്ടിത്തെറിക്കും. അവന് പുത്തനായിട്ടൊന്നുമില്ല, ഇത് ഞാൻ കണ്ടുപിടിച്ചതല്ലേ. എൻ്റെ വീട് പോലെ, വീട്ടുപേര് പോലെ, എൻ്റെ പേര് പോലെ എൻ്റെ ഭാഗമാണ് അപ്പൻ്റെ പൊട്ടിത്തെറിയും ബഹളമൊക്കെ. അവനതുപോലെ കാണിക്കും. അതുപോലെ ചില വീട്ടിൽ അമ്മമാരായിരിക്കും. അമ്മയുടെ ക്ഷിപ്രകോപം, എടുത്തിയാട്ടം, നെഞ്ചത്തടി, നിലവിളി, ബഹളം പെയ്യ്, ഇതൊക്കെയാണ് മോള് കണ്ടുപിടിച്ചത്. അവളോർക്കും കുടുംബത്തിൽ ഭർത്താവിനെ വരയ്ക്കുക വരെ നിർത്താൻ മാർഗം നെഞ്ചത്തടിക്കുക, നിലവിളിക്കുക, കരയുക, ബഹളം വെക്കുക. അപ്പോൾ റോൾ മോഡലായിട്ട് എടുക്കും. അപ്പനെ മോനെടുക്കും, അമ്മയെ മോളെടുക്കും. ചിലർ നേരെ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാം. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് സമാധാനമില്ല, കലഹമായി. കാരണം മാതാപിതാക്കളുടെ തെറ്റായ റോൾ മോഡലുകൾ മരുമകൾ എടുത്തു കഴിഞ്ഞാൽ ആ കുടുംബം തകരാനുള്ള സാധ്യത ഒത്തിരിയുണ്ട്. അപ്പം അവിടെ ശ്രദ്ധിക്കണം. എൻ്റെ മോളാണല്ലോ എന്നെ മാതൃകയാക്കുന്നവർക്ക് അമ്മ അതുപോലെ ശാന്തമായി സംസാരിച്ച് പഠിക്കണം. എൻ്റെ മോൻ എന്നെ റോൾ മോഡലാക്കി വഴക്കിന് വകുപ്പുണ്ടെന്ന് മനസ്സിലാക്കിയാൽ അല്പം കൂടെ തണുത്ത് കൂളായിട്ട് പ്രതികരിക്കാൻ അപ്പൻ പഠിക്കണം. അത് വേണം, മക്കൾ അതുകൊണ്ട് വേണം പഠിക്കാനായിട്ട്. അപ്പം അങ്ങനെയുള്ള നല്ല റോൾ മോഡലാകണം. അല്ലെങ്കിൽ നെഗറ്റീവ് റോൾ മോഡലുകൾ നിർണായകമായി നമ്മളെ സ്വാധീനിക്കും. അത് നമ്മുടെ കുടുംബം തകർക്കാനൊക്കെയുള്ള കാരണമായിട്ട് മാറും. പണ്ട് അല്പമൊക്കെ അങ്ങനെയാണെങ്കിൽ അത്രയും പ്രശ്നമില്ലായിരുന്നു, ഒരു 10, 20, 30 വർഷം മുമ്പ്. കാരണം നമ്മുടെ സൊസൈറ്റി അങ്ങനെ ആയിരുന്നു. ഇന്നത് മൊത്തം മാറി. ഇന്ന് പഴയ മോഡലിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് കുടുംബം ഇല്ലാതാകും, ജീവിതം ശിഥിലമാകും, ആകെ നിരാശയിലേക്ക് പോകും. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തെ, ഈ ഗ്രാൻഡ് പേരൻസിൻ്റെ ഇടപെടലുകൾ മൂലമുള്ള കലഹങ്ങൾ അതിപ്പോൾ വളരെ കോമണാണ്. കാരണം മക്കളെ മാതാപിതാക്കൾ വളർത്തുന്ന ഒരു രീതി ഉണ്ടാവും. പക്ഷെ അന്നേരം വെല്ലുപ്പിനും വെല്ലുമ്മയും കയറി വേറൊരു രീതിയിൽ അങ്ങോട്ട് ഇടപെടും. അത് വഴക്ക് പറയാൻ സമ്മതിക്കില്ല. അങ്ങനെ പല പല ഇഷ്യൂസ് വരാറുണ്ടല്ലോ. അപ്പോൾ അവർ തമ്മിലൊരു വലിയ ഇഷ്യൂസ് അങ്ങനെ വരാറില്ലേ? ഈ അമ്മായിപ്പൻ, അമ്മായിയമ്മ, മരുമകൾ, ഈ അതായത് മക്കളും ഗ്രാൻഡ് പേരൻസ്, ഇതൊക്കെ തമ്മിലൊരു വിഷയങ്ങൾ വരാറില്ലേ? ചില കുടുംബങ്ങളിൽ അങ്ങനെയും പ്രശ്നമുണ്ട്. ഇനി ആവശ്യമില്ലാതെ ഇടപെടൽ വഴി ഉണ്ടാകുന്ന കലഹങ്ങളുണ്ട്, ഒത്തിരി ഉണ്ട്. പിന്നെ അതിന് നമ്മളിപ്പോൾ ഇപ്പം ഫാമിലി കൗൺസിലിംഗ് ഒക്കെ വെക്കുന്നത് കൊണ്ടാണ് ഭർത്താവിനെയും ഭാര്യയും മാത്രമല്ല, ആ കൂട്ടത്തിൽ ഭർത്താവിൻ്റെ മാതാപിതാക്കൾ, ഭാര്യയുടെ മാതാപിതാക്കൾ, അവരെയൊക്കെ വിളിക്കും. ഇനി വിവാഹത്തിൻ്റെ ഒരുക്ക സെമിനാർ നടത്തുമ്പോൾ ഒരു ദിവസം ഈ പേരൻസിന് വേണ്ടി വെക്കും. കാരണം അവരും കൂടെ മനസ്സിലായി, ഇവർ രണ്ടും മാത്രമല്ല, ഇതിലെ മുഖ്യ കഥാപാത്രങ്ങൾ അവരും കൂടെയാണ്. ആ ഒരു ചിന്തയും വീണ്ടുവിധാനം കിട്ടാൻ വേണ്ടി നമ്മളങ്ങനെ ക്രമീകരിക്കാറുണ്ട്. ചിലപ്പോൾ അവരുടെയൊക്കെ അനാവശ്യമായ ഇടപെടൽ കുടുംബത്തെ തകർക്കാറുണ്ട്. പക്ഷേ അവർ സത്യം പറഞ്ഞാൽ ആത്മാർത്ഥത്തിൽ പഴയ ലോകം പോലെ വെച്ച് പറയുന്ന, പക്ഷെ അത് ഇന്നത്തെ നടക്കുകയല്ലോ. അല്ലെങ്കിൽ ചിലർത്തതല്ല, മനഃപൂർവ്വം അസൂയാലുക്കളായ അമ്മായിയമ്മമാരുണ്ട്. മോനും മോൻ്റെ ഭാര്യയോട് അത്ര സന്തോഷിച്ച് ജീവിക്കേണ്ട, ഞാൻ കെട്ടി വന്ന കാലങ്ങൾ എനിക്ക് കിട്ടാത്ത സുഖമൊന്നും ഇവർക്ക് കിട്ടേണ്ട, അന്ന് എൻ്റെ അമ്മായിയമ്മയോട് ഇങ്ങനെ പെരുമാറി, അതുകൊണ്ട് ഞാൻ വരുന്നില്ലേലും പെരുമാറുന്നില്ലേലും ഇങ്ങനെയൊക്കെ മതി, ചില കഷ്ടപ്പെട്ട് ചില കഷായം കുടിപ്പിച്ചേക്കാം, ആ രീതി കരുതുന്നവരുമുണ്ട്. പക്ഷെ എന്തു ചെയ്യും, കുറച്ച് കഴിഞ്ഞ് ഇവരൊരു ആയാകുമ്പോഴത്തേന് ഈ മരുമകൾ കാലെ പിടിച്ച് വലിക്കും. അന്നത്തെ എൻ്റെ വാശി ഇന്നാണ് തീർക്കുന്നത്. അതിപ്പം ആദ്യകാലങ്ങളിൽ അമ്മായിമ്മ മനസ്സിലാക്കണം, വാർദ്ധക്യമാകുമ്പോൾ മക്കളും മനസ്സിലാക്കണം, ഇങ്ങനെയൊക്കെയാണ് പോക്ക്. അങ്ങനെ പറഞ്ഞുള്ളൊരു തിരുത്തും ഒരു നല്ല ഒരു കറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ വെച്ച് പിടിക്കും. ഇല്ലെങ്കിൽ ഞാൻ ചീട്ട് കൊട്ടാരം പോലെ അങ്ങ് തകർന്നു പോകും. നമ്മളെപ്പോഴും ഈ കലഹത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നാക്കിട്ടടിച്ചിട്ടുള്ള ഒരു കലഹമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മുറിപ്പെടുത്തുക, ആവശ്യമില്ലാത്ത വാചകങ്ങളൊക്കെ പറയുക, വാക്കുകൾ. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറം ദേഹോദരവ് ഏൽപ്പിക്കുന്ന ഒരുപാട് കലഹങ്ങളും ഇല്ലേ? ചിലരുണ്ട് ഇങ്ങനെ ഭാര്യയെ മർദ്ദിക്കുക, അതുപോലെ ഭാര്യയാണേലും ഉണ്ട് പിച്ചുക, മാന്തുക, കടിക്കുക, ഇടിക്കുക, ഓരോരോ രീതിയിലേ അതിനുള്ള മർദ്ദനമുണ്ട്. ഒരു ഭാര്യ ഭയങ്കര ഹാർമോണിയം പഠിത്തമായിരുന്നു. ഹാർമോണിയം ഇങ്ങനെ വായിച്ചിട്ട് ഭയങ്കര വായന വായിക്കുമ്പോൾ ഇയാൾ ചാടി പുറത്തിറങ്ങും, കെട്ടിയവൻ ഇങ്ങനെ നടക്കുക ഹാർമോണിയം വായിക്കുമ്പോഴൊക്കെ. ഭാര്യ ചോദിച്ചാൽ എൻ്റെ മനുഷ്യൻ, ഞാൻ ഇത്രയും അവർക്ക് ഹാർമോണിയം വായിച്ച് പാട്ട് പാടിയിട്ടും തനിക്കൊന്ന് പ്രോത്സാഹിപ്പിച്ച് അടുത്തിരിക്കാൻ തോന്നുന്നില്ലേ, എന്താ എന്നെ പുറത്തോടെ നടക്കുന്നതെന്ന് ചോദിച്ചു. പക്ഷേ നാട്ടുകാരൊക്കെ പുറത്തുണ്ടേ,
ഞാൻ അകത്തിരിഞ്ഞാൽ ഞാൻ നിന്നെ മർദ്ദിക്കാന്ന് ഓർക്കും. അതുകൊണ്ട് ഞാൻ പുറത്തോട് നടന്നേക്ക് കാണിക്കില്ലേ. അത്ര മനോഹരമായ വായനയാണല്ലേ. അപ്പം മർദ്ദനം പല വിധത്തിലുണ്ട്. മാനസിക മർദ്ദനമാകാം, ശാരീരിക മർദ്ദനമാകാം, എല്ലാം ഉണ്ട്. പക്ഷെ അതൊക്കെയാണ് ഡൈവോഴ്സിലേക്ക് എത്തിക്കുന്ന പെട്ടെന്നുള്ള സ്പീഡപ്പ് ചെയ്യുന്ന ഘടകങ്ങളുമാണത്. ദൈവം ഒരു കുടുംബം തന്നു, കലഹമില്ലാതെ ജീവിക്കാൻ ശ്രദ്ധിച്ചാൽ അത് ഭാഗ്യം, കലഹമുണ്ടെങ്കിൽ നിർഭാഗ്യം. അപ്പം ആ ഭാഗ്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. കലഹത്തെക്കുറിച്ച് മാത്രം നമ്മൾ പറഞ്ഞുള്ളൂ. അതായത് കലഹം വരുന്ന വഴികൾ, കലഹം ഏത് വിധം, എങ്ങനെയൊക്കെ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ അതിൻ്റെ പരിഹാരം എങ്ങനെ ഇത് ഇല്ലാതാക്കാം എന്നതിനെക്കുറിച്ച് നമ്മൾ കാര്യമായിട്ട് സംസാരിച്ചില്ല. എനിക്ക് തോന്നുന്നു ഈ എപ്പിസോഡ് ഒരു തുടർച്ചയാവട്ടെ. അപ്പം ഇപ്പോൾ സമയപരിമിതി മൂലം നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത എപ്പിസോഡിലെ കലഹ പരിഹാര മാർഗങ്ങളുമായിട്ടാണ് നമ്മൾ